സാധാരണ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ എൻ്റെ തന്നെ കാര്യം പറയാം, ഞാൻ ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് കണക്റ്റ് ആകുന്നതിന് മുമ്പ് ഞാനൊരു കമ്പനിയിലെ മാനേജിങ് പൊസിഷനിലിരിക്കുന്ന വ്യക്തിയായിരുന്നു. അപ്പോൾ അവിടെ എൻ്റെ പർപ്പസ് എന്താ? ആ കമ്പനി പറയുന്ന ടാസ്കുകളെ ഫുൾഫിൽ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഒരു മാനേജറിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഒഫീഷ്യൽ പർപ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ ടീം മെമ്പേഴ്സിനെ എല്ലാം അതിന് വേണ്ടി സജ്ജമാക്കണം, അവരെല്ലാം എക്വിപ്പ് ചെയ്യണം, അന്നന്ന് ചെയ്യേണ്ട ടാസ്കുകൾ അവർക്ക് അസൈൻ ചെയ്യണം, അതെല്ലാം അവർ നല്ല രീതിയിൽ ചെയ്ത് തരുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. അപ്പോൾ എല്ലാ കാര്യങ്ങളെയും മാനേജ് ചെയ്ത് കമ്പനി പറയുന്ന രീതിയിൽ പെർഫോം ചെയ്യുക എന്നുള്ളതാണ് ഒരു ഒഫീഷ്യലി ഒരു പ്രോജക്റ്റ് മാനേജർ എന്നുള്ള രീതിയിൽ എൻ്റെ പർപ്പസ്. റൈറ്റ്. ഇനി വീട്ടിൽ വന്നാലോ, ഞാനൊരു മകനാണ്, ഞാനൊരു ഹസ്ബൻഡാണ്, ഞാനൊരു അച്ഛനാണ്. അപ്പോൾ എനിക്ക് എന്തൊക്കെ ഉത്തരവാദിത്വങ്ങളുണ്ട്, പർപ്പസുണ്ട്. എൻ്റെ അപ്പൻ്റെ അമ്മേൻ്റെ കാര്യം നോക്കണം, വൈഫിൻ്റെ കാര്യം നോക്കണം, കുഞ്ഞിൻ്റെ കാര്യം നോക്കണം, വീട്ടിലെ ചിലവിൻ്റെ കാര്യം നോക്കണം. അപ്പോൾ അവിടെ വീട്ടിനകത്ത് ഒരുപാട് ഉത്തരവാദിത്വങ്ങളുണ്ട്. മകനായിട്ടുള്ള ഉത്തരവാദിത്വം, ഭർത്താവായിട്ടുള്ള ഉത്തരവാദിത്വം, അപ്പനായിട്ടുള്ള ഉത്തരവാദിത്വം. ഓക്കെ. ഇതെല്ലാം ഏതിനെ ബേസ് ചെയ്തിട്ടാണ്? ഭൗമതലത്തിലുള്ള ജീവിതത്തെ ബേസ് ചെയ്തിട്ടാണ്. ഇനി ഇതിന് പുറമെ ചില ആൾക്കാർ അഡീഷണൽ ആയിട്ടുള്ള പർപ്പസ് എടുത്ത് വെക്കും, അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് എടുത്ത് വെക്കും. ചിലപ്പം സോഷ്യൽ വർക്ക് ഉണ്ടാകാം, ചിലപ്പോൾ രാഷ്ട്രീയമുണ്ടാകാം. ഇങ്ങനെ പല രീതിയിൽ അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളെ ആര് തന്നെ എടുത്ത് വെക്കുകയാണ്? അവർ തന്നെ എടുത്ത് വെക്കുകയാണ്. അപ്പോൾ എൻ്റെ പർപ്പസിൻ്റെ എണ്ണം കൂടിയോ? എണ്ണം കൂടി. അപ്പോൾ മാനുഷികതയിൽ നിൽക്കുമ്പോൾ ഇതൊക്കെയാണ് ഒരു വ്യക്തിയുടെ പർപ്പസ്. ആരുണ്ടാക്കി വെച്ചതാണ്? അവരവർ തന്നെ ഉണ്ടാക്കി വെച്ചതാണ്. ഇതൊക്കെ ആവശ്യമായിരുന്നോ? ആകാം, അല്ലാതിരിക്കാം. ഓക്കെ. അപ്പോൾ ഓരോ റോളുകളെ ബേസ് ചെയ്തിട്ടാണ് ഈ പർപ്പസുകൾ വരുന്നത്. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച പർപ്പസ് ഇതല്ല. ഞാൻ ഉദ്ദേശിച്ച പർപ്പസ് എന്ന് പറയുന്നത്, ഒരു മനുഷ്യൻ ഭൂമിയിലേക്ക് വന്ന് പിറക്കുമ്പോൾ ഒരു വലിയ ദൗത്യം കൊടുത്തിട്ടാണ് ഈ ഭൂമിയിലേക്ക് വിടുന്നത്. ഓക്കെ. ദൗത്യമില്ലാതെ ഒരു മനുഷ്യനും ഇവിടെ വരുന്നില്ല, ഭൂമിയിൽ വരുന്നില്ല. ആ ദൗത്യം എന്താണെന്ന് ബഹുഭൂരിപക്ഷം ആൾക്കാരും എന്ത് ചെയ്യുന്നില്ല, മനസ്സിലാക്കത്തില്ല. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആര് പറഞ്ഞു തരണം? ഈ പ്രപഞ്ചം എനിക്ക് പറഞ്ഞു തരണം. അപ്പോൾ പ്രപഞ്ചവുമായിട്ട് അലൈൻഡായിട്ടിരുന്നാൽ മാത്രമേ എനിക്കെന്ത് കിട്ടുള്ളൂ? ലൈഫ് പർപ്പസ് എന്താണെന്നുള്ളത് കിട്ടത്തുള്ളൂ. അപ്പോൾ ജീവിതത്തിനകത്ത് വരുന്ന റെസ്പോൺസിബിലിറ്റീസിൽ നിന്ന് വരുന്ന പർപ്പസുകളുമുണ്ട്. അതല്ലാതെ എന്നെ ഈ ഭൂമിയിലേക്ക് ജനിപ്പിച്ചതിൻ്റെ പിന്നിലുള്ള ഒരു ലൈഫ് പർപ്പസും ഉണ്ട്. ഞാൻ സംസാരിച്ചല്ലേ അതിനെക്കുറിച്ച്? ഈ ലൈഫ് പർപ്പസിനെ കുറിച്ചിട്ടാണ്. ഈസ് ദാറ്റ് ക്ലിയർ?